Hello students, welcome to our physics class. നമ്മുടെ motion in a straight line discuss ചെയ്യുവാണ്, ശരിയല്ലേ? And already we have discussed the topic distance displacement. Clear ആണല്ലോ? ഇന്ന് നമ്മുടെ motion in a straight line next two important terms സംസാരിക്കാൻ പോവാണ്, and the topic is speed and velocity. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? സ്പീഡ് and velocity. Clear? So what is speed? Distance ഉം ഡിസ്പ്ലേസ്മെന്റും പഠിച്ച നമുക്ക് സ്പീഡും വെലോസിറ്റിയും വളരെ പെട്ടെന്ന് മനസ്സിലാവും. Because what is speed എന്ന് ചോദിച്ചാൽ it is the rate of distance traveled by a body. അപ്പോൾ എന്താ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് വെച്ചാൽ? റേറ്റ് മീൻസ് ഫിസിക്സിൽ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ക്വാണ്ടിറ്റിയെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം നമ്മൾ റേറ്റ് എന്ന് വിളിക്കും. കോമൺ ടേംസിൽ നമ്മൾ റേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ വില, അതിൻ്റെ കോസ്റ്റ്, പ്രൈസ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഫിസിക്സിൽ റേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റ് അല്ല. എന്താണ്? എ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇസ് കോൾഡ് ആസ് ദ റേറ്റ്. അപ്പോൾ സ്പീഡ് ഇസ് ദ റേറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് വെച്ചാൽ സ്പീഡ് ശരിക്കും നമ്മൾ എങ്ങനെ എഴുതണ്ടേ? ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ എ ഗിവൺ ടൈം ഇൻ്റർവെൽ. കണ്ടോ? തന്നിരിക്കുന്ന ടൈം ഇൻ്റർവെല്ലിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോയി? The distance traveled by a body in which time, ഇത്രയും ഡിസ്റ്റൻസ് എത്ര സമയം കൊണ്ട് ട്രാവൽ ചെയ്തു, that is called as the speed. Clear? എങ്കിൽ സ്പീഡിൻ്റെ പഠിച്ച എല്ലാ സ്പെസിഫിക്കേഷൻസും ആർക്കുമുണ്ട്? ഡിസ്റ്റൻസിൽ പഠിച്ച എല്ലാ സ്പെസിഫിക്കേഷൻസും ആർക്കുണ്ട്? സ്പീഡിനുമുണ്ട്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസിന് സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ലായിരുന്നോ? അല്ലേ? ക്ലിയർ ആയോ? ഡിസ്റ്റൻസിന് നമ്മൾ എന്തെല്ലാം പഠിച്ചോ അതേപോലെ തന്നെ സ്പീഡിനും എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. ഡിസ്റ്റൻസ് ഹാസ് നോ സ്പെസിഫിക് ഡയറക്ഷൻ, സ്പീഡ് ഹാസ് നോ സ്പെസിഫിക് ഡയറക്ഷൻ. ഡിസ്റ്റൻസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, therefore speed is also a scalar quantity. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് സ്പീഡും എപ്പോഴും പോസിറ്റീവാണ്. യൂണിറ്റ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡും. അപ്പം എന്തെഴുതും? മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഡയമെൻഷൻ എഴുതിയേക്കുന്നതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. m0l1 മാസ് ഉണ്ടോ? ഇല്ല. അപ്പം ഡയമെൻഷൻ നമ്മൾ എങ്ങനെ എഴുതും? ഡയമെൻഷൻ ഇസ് m0l1 t⁻⁻1. So the dimension of speed is Lt⁻⁻1. Distance by time m ഇല്ലാത്തത് കൊണ്ട് m0l1 t⁻⁻1. ക്ലിയർ? ഓക്കെ. അപ്പം എത്ര സമയം കൊണ്ടാണ് ഒരു ബോഡി ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്? അതാണ് സ്പീഡെങ്കിൽ വാട്ട് ഈസ് വെലോസിറ്റി? എത്ര ടൈം കൊണ്ടാണ് എൻ്റെ ബോഡി ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്തത്? ശരിയല്ലേ? സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ വെലോസിറ്റി എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ടേക്കൺ. ശരിയല്ലേ? എത്ര ടൈം കൊണ്ട് എൻ്റെ ബോഡിക്ക് ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യാൻ പറ്റി? ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ velocity. So what is velocity? Velocity is the displacement by time taken. Clear? It is the rate എന്ന് വെച്ചാൽ divided by time. It is the rate of the displacement covered by the body. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തെല്ലാം ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നോ അതെല്ലാം ആർക്കുമുണ്ട്? വെലോസിറ്റിക്ക്. ഡിസ്റ്റൻസിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സ് സ്പീഡിനുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും വെലോസിറ്റിക്കുമുണ്ട്. സോ it has a specific direction, just like displacement. It is a vector quantity. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. അതേപോലെ വെലോസിറ്റി പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. ദ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡയമെൻഷൻ ഹിയർ ഓൾസോ m0l1. ഓക്കെ, m0l1 t⁻⁻1. m0l1 t⁻⁻1. So what is the dimension? This is m0l1 t⁻⁻1. And distance നമ്മൾ നേരത്തെ എന്ത് എഴുതിയായിരുന്നു? ഡിസ്റ്റൻസ്
ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും ആരേക്കാളും ഡിസ്പ്ലേസ്മെന്റിനേക്കാളും. അതേപോലെ തന്നെ സ്പീഡ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു വെലോസിറ്റി. ക്ലിയർ? വെരി സിമ്പിൾ. നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറയാൻ പറ്റുന്നത് പോലെ തന്നെ എന്ത് പറയാൻ പറ്റും? സ്പീഡ് ആൻഡ് വെലോസിറ്റി. Clear? Similarly, both speed and velocity, both of them are represented by the letter V. Speed in V കൊടുക്കും, velocity ക്കും V കൊടുക്കും. V കൊടുക്കുമ്പോൾ vector V ഇട്ട് velocity കാണിക്കുമ്പോൾ vector ഇല്ലാതെ V ഇട്ട് just V ഇട്ടിട്ട് without any arrow mark നമ്മൾ സ്പീഡിനെ കാണിക്കും because it is a scalar quantity. Clear? Simple. Now we are going to the classification of distance and displacement. നമ്മൾ ഇനി എങ്ങോട്ട് പോകാൻ പോവാ? ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ക്ലാസിഫിക്കേഷനിലോട്ട് പോകാൻ പോവാ. ഓക്കെ, അപ്പോൾ സ്പീഡ് അറിയാം, വെലോസിറ്റി അറിയാം എങ്കിൽ we are going to the classification of speed and velocity. നമ്മൾ എങ്ങോട്ട് പോകാൻ പോവാ? സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും ക്ലാസിഫിക്കേഷനിലോട്ട്. നോക്കണേ, both the speed and velocity can be taken in 4 different ways. അതായത് ഒരേപോലെ സ്പീഡിനെയും വെലോസിറ്റിയെയും നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരുപോലെ നമുക്ക് സ്പീഡും പറയാം വെലോസിറ്റിയും പറയാം. The first one is average speed ഉണ്ട്, average velocity ഉണ്ട്. Average speed and average velocity. Second one, instantaneous speed, instantaneous velocity. Third one, uniform speed, uniform velocity. And fourth one, non-uniform speed, non-uniform velocity. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പീഡിനെയും വെലോസിറ്റി എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? 4 types. Average, instantaneous, uniform, non-uniform. Once more, average, instantaneous, യൂണിഫോം, നോൺ യൂണിഫോം. ഒരേപോലെ ആവറേജ് സ്പീഡ് ഉണ്ട്, ആവറേജ് വെലോസിറ്റി ഉണ്ട്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഉണ്ട്. യൂണിഫോം സ്പീഡ് ഉണ്ട്, യൂണിഫോം വെലോസിറ്റി ഉണ്ട്. നോൺ യൂണിഫോം സ്പീഡ് ഉണ്ട്, നോൺ യൂണിഫോം വെലോസിറ്റി ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. വൺ ബൈ വൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ദ ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി. ഓക്കെ, നമുക്ക് നോക്കാം. ആവറേജ് സ്പീഡ് ഓർ ആവറേജ് വെലോസിറ്റി രണ്ടും ആവറേജാണ്. സോ ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ മോഷൻ കൺസിഡർ ചെയ്യണം. എന്ത് കൺസിഡർ ചെയ്യണം? ടോട്ടൽ. നിങ്ങളുടെ മാർക്സിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്കാണോ പറയുന്നത്? ഒരു സബ്ജക്റ്റിൻ്റെ മാർക്കാണോ പറയുന്നത്? അല്ല. അപ്പോൾ എല്ലാ സബ്ജക്ട്സിനും കൂടെ കിട്ടിയ മാർക്സിൻ്റെ ആവറേജ് എടുക്കുന്നത്. സിമിലർലി ആവറേജ് എന്ന് വെച്ചാൽ ഫുൾ മോഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. ആവറേജ് സ്പീഡ് ഇസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. It is the ratio of total distance, കണ്ടോ, ട്രാവൽ ചെയ്ത ഫുൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എടുത്ത ടോട്ടൽ ടൈം. ഫുൾ പറയുന്ന ഫുൾ മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത്? ആവറേജ്. സോ ആവറേജ് ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. എങ്കിൽ വാട്ട് ഇസ് ആവറേജ് വെലോസിറ്റി? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. കണ്ടോ, ആകെ കൂടെ വ്യത്യാസം. സ്പീഡ് പറയുമ്പോൾ ഡിസ്റ്റൻസ് പറഞ്ഞോണം, വെലോസിറ്റി പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞോണം. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എടുത്തോണം. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം എടുത്തോണം. ഓക്കെ, ദ മെത്തേഡ് ഇസ് സെയിം. ഒരേപോലെ, ഒരിടത്ത് ഡിസ്റ്റൻസ് ആണ്, ഒരിടത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. എങ്കിൽ വൺ ബൈ വൺ ഈ ആവറേജ് എടുക്കുന്ന നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കേസ് 1, ഇഫ് എ ബോഡി, ഇലസ്ട്രേഷൻ ഫോർ ആവറേജ് വാല്യൂ. ആവറേജ് സ്പീഡ് ആണെങ്കിലും ആവറേജ് വെലോസിറ്റി ആണെങ്കിലും ഒരുപോലെ തന്നെയാണ് നമ്മൾ എക്സാമ്പിൾസ് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് വന്നിട്ട് സ്പീഡ് എടുത്തോണം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ വെലോസിറ്റി എടുത്തോണം, അത്രയേ ഉള്ളൂ. ക്ലിയർ? ഇഫ് എ ബോഡി കവേഴ്സ്, നമുക്ക് 1-2 എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. ആവറേജ് എങ്ങനെ എടുക്കുന്നത് എന്നറിയാൻ. ആവറേജ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, if a body covers a distance s1 with a speed v1 and another distance അല്ല displacement, if a body covers, ഞാൻ പറഞ്ഞ തെറ്റ, if a body covers a displacement s1
വിത്ത് എ വെലോസിറ്റി v1. ശരിയല്ലേ? ഞാൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞോണം, അത്രയേ ഉള്ളൂ. ഡിസ്റ്റൻസ് s1, സ്പീഡ് v1. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് s1, വെലോസിറ്റി v1. ആൻഡ് അനദർ ഡിസ്പ്ലേസ്മെന്റ് s2 വിത്ത് വെലോസിറ്റി v2. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്കൊരു മോഷൻ നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. എ ബോഡി കവേഴ്സ് എ ഡിസ്റ്റൻസ്, എ ഡിസ്പ്ലേസ്മെന്റ് s1 വിത്ത് എ വെലോസിറ്റി v1 and another displacement s2 with a velocity v2. ശരിയല്ലേ? ആദ്യത്തെ ഡിസ്പ്ലേസ്മെന്റ് s1 കവർ ചെയ്യാൻ v1 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് s2 കവർ ചെയ്തത് v2 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടാണ്. അങ്ങനാണെങ്കിൽ ആവറേജ് വാല്യൂ എത്രയാ? വി ആർ ഗോയിങ് ടു ആവറേജ് വെലോസിറ്റി and we know that average is equal to total displacement. അല്ലേ? What is average value? Total displacement by total time taken. ശരിയാണല്ലോ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈ പോയിന്റിൽ നിന്ന്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റ് വരെ നമ്മൾ നോക്കിയ സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് പോയിന്റ്, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്? s1 പ്ലസ് s2. ആദ്യമേ s1 ട്രാവൽ ചെയ്തു, പിന്നെ s2 ട്രാവൽ ചെയ്തു, ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ ടോട്ടൽ ടൈം? ഇവിടെ t1 വേണമായിരുന്നു, അപ്പുറത്ത് t2 വേണമായിരുന്നു. തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പിന്നെ എന്ത് ചെയ്യും? ആ ബേസിക് ഇക്വേഷൻ v is equal to s by t എന്ന് പറയുന്ന ബേസിക് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അവിടുന്ന് നമ്മൾ എന്ത് എഴുതും? t is equal to s by v. അപ്പം t1 എത്ര? s1 by v1. t2 എത്ര? s2 by v2. v ആവറേജ് ഇപ്പോൾ എനിക്ക് എത്ര കിട്ടി? s1 പ്ലസ് s2 by s1 by v1 പ്ലസ് s2 by v2. ക്ലിയർ? കണ്ടോ? നമ്മൾ എന്താ പറഞ്ഞേ? എ ബോഡി കവേഴ്സ് എ ഡിസ്പ്ലേസ്മെന്റ് s1 with a velocity v1 and another displacement s2 with a velocity v2. Then what is the average velocity? Total displacement traveled by total time taken. Total displacement by total time. ടൈം തന്നിട്ടില്ല, അതിനെന്ത്? നമ്മുടെ ബേസിക് ഇക്വേഷൻ ഉണ്ട്, v is equal to s by t. ശരിയല്ലേ? Therefore total displacement s1 plus s2 by total time taken t1 plus t2. If v is equal to s by t, t is equal to s by v. t1 is equal to s1 by v1, t2 is equal to s2 by v2, and average velocity is equal to s1 plus s2 by 1 by v1, s1 plus s2 by s1 by v1 plus s2 by v2. ക്ലിയർ? ഓക്കെ. സോ നമ്മളോട് ഇപ്പോൾ ഡയറക്റ്റ് ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും തരുന്നതിന് പകരം രണ്ട് പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് തന്നു. എന്ന് വെച്ചാൽ നമ്മൾ പേടിക്കുമോ? ഇല്ല. ദേ അടുത്ത ക്വസ്റ്റ്യനകത്ത് അവരെന്ത് എന്ന് നോക്കി. ഇഫ് എ ബോഡി കവേഴ്സ്, ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി തന്നു. ഇഫ് എ ബോഡി കവേഴ്സ് ടു ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് വിത്ത് ടു അൺഈക്വൽ വെലോസിറ്റീസ്. ഇഫ് എ ബോഡി കവേഴ്സ് ടു ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ്, ഇപ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ്സ് സെയിം ആയി, 1/2 സെക്കൻഡ് ഹാഫ്, അതായത് രണ്ടിടത്തും എസ് ഡിസ്റ്റൻസ്, ഏത് സ്പീഡിൽ അല്ലെങ്കിൽ ഏത് വെലോസിറ്റിയിൽ? v1ലും v2ലും. Then what is the average velocity? Two equal displacements are travelled with the two unequal velocities. V average is equal to total displacement എത്രയാ? s plus s by total time t1 plus t2. ശരിയല്ലേ? t1 ഉം t2 ഉം ഉണ്ടോ? v is equal to s by t. അപ്പം t is equal to s by v. അപ്പം എങ്ങനെ എഴുതാം? v average is equal to 2s by s by t, s by v1 plus s by v2. Or we will write v average is equal to 2s by s common എടുത്തു, s into 1 by v1 plus 1 by v2. s cancel ചെയ്താൽ 2 by 1 by v1 plus 1 by v2.
Okay, അപ്പോൾ രണ്ട് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് unequal velocities v1 v2 ൽ ട്രാവൽ ചെയ്താൽ what is the average value? 2 by 1 by v1 plus 1 by v2. ശരിയല്ലേ? ക്ലിയർ? 3 equal displacements, ശ്രദ്ധിച്ചോണേ, 3 equal displacements, 3 unequal velocities v1 v2 v3 travel ചെയ്താൽ what will be the equation? S plus S by S by v1 plus S by v2 plus S by v3. So the equation becomes 3S by S into 1 by v1 plus 1 by v2 plus 1 by v3. So SS cancel ചെയ്താൽ 3 by 1 by v1 plus 1 by v2 plus 1 by v3. എന്താ പറഞ്ഞേ? 2 ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ വി ആവറേജ് എത്ര കിട്ടും? 2 by 1 by v1 plus 1 by v2. ശരിയല്ലേ? 3 ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലോ വി ആവറേജ് ഇസ് ഈക്വൽ ടു 3 by 1 by v1 plus 1 by v2 plus 1 by v3 കിട്ടും അല്ലേ? 4 ഈക്വൽ ഡിസ്റ്റൻസ് ആർ ട്രാവൽഡ് വിത്ത് അൺഈക്വൽ സ്പീഡ്സ്. വി ആവറേജ് ബിക്കംസ് 4 by 1 by v1 plus 1 by v2 plus 1 by v3 plus 1 by v4 അല്ലേ? എങ്കിൽ if a body covers n equal displacements with unequal velocities v1 v2 v3 up to vn, what is the average velocity? Tell me പറഞ്ഞേ. Now രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ 2 by 1 by v1 plus 1 by v2. 3 ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ആണെങ്കിൽ 3 by 1 by v1 plus 1 by v2 plus 1 by v3. n ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ആണെങ്കിൽ n by 1 by v1 plus 1 by v2 plus up to 1 by vn. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ആദ്യമേ നമുക്ക് എന്താ തന്നത്? ദ ഫസ്റ്റ് കേസ് ആയിട്ട് നമുക്ക് പറഞ്ഞു രണ്ട് അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് S1ഉം S2 അൺഈക്വൽ വെലോസിറ്റീസ് v1ലും v2ലും പോയി. അപ്പോൾ എങ്ങനെ കിട്ടി? S1 plus S2 by S1 by v1 plus S2 by v2. ഇവിടെ 3 ഡിസ്പ്ലേസ്മെന്റ്സ് വന്നായിരുന്നെങ്കിലോ S1 S2 S3 traveled with v1 v2 v3. How the equation becomes? S1 plus S2 plus S3 by S1 by v1 plus S2 by v2 plus S3 by v3. ശരിയല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ അവർ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയത് കണ്ടോ? രണ്ട് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് അൺഈക്വൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്താൽ എത്ര കിട്ടി? 2 by 1 by v1 plus 1 by v2. എങ്ങനെയാ നേരത്തെ ഇക്വേഷൻ? S plus S by T1 plus T2. T1 plus T2 എന്ത് എഴുതി? S by v1 plus S by v2. S കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്തപ്പോൾ 2 by 1 by v1 plus 1 by v2. 3 ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ആണെങ്കിലോ 3 by 1 by v1 plus 1 by v2 plus 1 by v3. അങ്ങനാണെങ്കിൽ n ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ആണെങ്കിലോ n by 1 by v1 plus 1 by v2 plus up to 1 by vn. ക്ലിയർ? ഓക്കെ. ക്വസ്റ്റ്യൻ എങ്ങനെ അവർ ചോദിച്ചോട്ടെ? നമുക്ക് കോൺസെപ്റ്റ് അറിയാം. ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് സ്പീഡ് ആയിരുന്നെങ്കിലോ ഇത് ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞെടുത്തെല്ലാം ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കും, വെലോസിറ്റീസ് പറഞ്ഞെടുത്തെല്ലാം സ്പീഡും പറഞ്ഞിരിക്കും. ഓക്കെ, ദ സെയിം ഇക്വേഷൻ. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നോക്കിക്കോണം, അത്രയേ ഉള്ളൂ. വൺ മോർ തിങ്, ഇവിടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിത്ത് അൺഈക്വൽ വെലോസിറ്റീസ്. 2 ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ട്രാവൽഡ് വിത്ത് അൺഈക്വൽ വെലോസിറ്റീസ്. അത് വേണമെങ്കിൽ എനിക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് 2 by in the denominator it becomes v1 plus v2 divided by v1 v2. On rearranging simplified എനിക്ക് പറയാം 2v1 v2 by v1 plus v2. 2 ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ആണെങ്കിൽ, 3 ആണെങ്കിൽ അങ്ങനെ പറയാം 3v1 v2 v3 by v1 plus v2 plus v3. എൽസിഎം എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം 2 ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ആണെങ്കിൽ മാത്രം ദ ഇക്വേഷൻ നേരത്തെ. ഇൻ ദിസ് കേസ് അലോൺ, ഈ കേസിൽ മാത്രം എനിക്ക് വി ആവറേജ് എങ്ങനെ എഴുതാം? ഇക്വേഷൻ 2v1 v2 by v1 plus v2 എന്ന് എഴുതാം കേട്ടോ.
സിമ്പിൾ ആണല്ലോ. അവരെങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വി ഡു. എങ്കിൽ ഒരെണ്ണോടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനകത്ത് അവരെന്താ പറഞ്ഞേ? എ ബോഡി ട്രാവൽസ് ഫോർ എ ടൈം t1 വിത്ത് എ സ്പീഡ്. ഇപ്പോൾ സ്പീഡ് പറഞ്ഞു, നേരത്തെ വെലോസിറ്റി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്പീഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. വിത്ത് എ സ്പീഡ് v1. ഇപ്പോഴെന്താ? t1 ടൈം v1 സ്പീഡിലും അനദർ ടൈം t2 v2 സ്പീഡിലും ട്രാവൽ ചെയ്തു. കണ്ടോ അവരെങ്ങനെയാണ് ട്രാവൽ ചെയ്തത്? t1 സമയം v1 സ്പീഡിലും t2 സമയം v2 സ്പീഡിലും ട്രാവൽ ചെയ്തു. വാട്ട് ഈസ് വി ആവറേജ്? നമുക്കറിയാം വി ആവറേജ് സ്പീഡ് അല്ലേ. അപ്പം ഞാൻ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. Total time. So what is total distance? S1 plus S2 by what is the total time? T1 plus T2. ശരിയല്ലേ? ആണ്. ബട്ട് ഇപ്പോൾ S1ഉം S2ഉം ഇല്ല, T1ഉം T2ഉം തന്നിട്ടുണ്ട്. സോ ഹൗ ടു ഫൈൻഡ്? നേരത്തെ പോലെ V is equal to S by T. അപ്പോൾ T is equal to T അല്ല, നമുക്ക് വേണ്ടുന്നത് S ആ. S is equal to V into T. Vയും Tയും തന്നിട്ടുണ്ട്, ചോദിച്ചത് S ആ. അപ്പം നമ്മൾ എന്ത് എഴുതും? Now V average becomes S1 V1 T1 plus S2 V2 T2 by time T1 plus T2. ഓക്കെ, അപ്പം സ്പീഡും ടൈമും തന്നിട്ട് ആവറേജ് സ്പീഡ് ചോദിച്ചാൽ V average is equal to V1 T1 plus V2 T2 by T1 plus T2. Okay, 3 time intervals ഉണ്ടായിരുന്നെങ്കിലോ, that is one more part is present T3 with the V3, then the equation becomes V1 T1 plus V2 T2 plus V3 T3 by T1 plus T2 plus T3. കണ്ടോ? അങ്ങനെ എത്ര പാർട്സ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ. ദ കോൺസെപ്റ്റ് ഈസ് സിമ്പിൾ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ആവറേജ് സ്പീഡും ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം, ആവറേജ് വെലോസിറ്റി. ക്ലിയർ? അടുത്തത് അവരെങ്ങനെ വേണമെങ്കിലും ചോദിച്ചോട്ടെ. ഇഫ് എ ബോഡി ട്രാവൽസ് ടു ഈക്വൽ ടൈം ഇന്റർവൽസ്. നേരത്തെ ടൈം ഡിഫറെൻ്റ് ആയിരുന്നു, ഇപ്പം ടൈം സെയിം ആക്കി. മൊത്തം 10 സെക്കൻഡ്സ് ട്രാവൽ ചെയ്തു. ആദ്യത്തെ 5 സെക്കൻഡ്സ് V1 സ്പീഡിൽ, അടുത്ത 5 സെക്കൻഡ്സ് V2 സ്പീഡിൽ അല്ലേ? ടൈം സെയിം ആക്കി. സോ വാട്ട് ഈസ് V ആവറേജ്? V ആവറേജ് ഇസ് നൗ ഈക്വൽ ടു S1 പ്ലസ് S2 ബൈ T1 പ്ലസ് T2. ഓക്കെ, S1 becomes V1 into T plus V2 into T by T plus T. ടൈം സെയിം അല്ലേ? എന്തായി മാറി? It becomes T into V1 plus V2 by T plus T to T. Yes, now V average becomes V1 plus V2 by 2. നമ്മൾ സാധാരണ എടുക്കുന്ന പോലത്തെ ആവറേജ്. കണ്ടോ? നമ്മളൊന്നും ചെയ്തില്ല, പിന്നെയും എന്ത് തന്നെ എഴുതുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. 2 ഈക്വൽ ടൈം ഇന്റർവൽസ് V1 plus V2 by 2 തരും എങ്കിൽ 3 ഈക്വൽ ടൈം ഇന്റർവൽസ് ആണെങ്കിലോ, ലൈക്ക് ദിസ് T T T with the V1 V2 V3, what will be the average? No doubt V average becomes V1 plus V2 plus V3 by 3. 4 equal time intervals are travelled with unequal speed or velocity V1 V2 V3 V4. What is average? V1 plus V2 plus V3 plus V4 by 4. If so, if a body travels n equal time intervals with unequal speeds V1, V2, V3 and Vn, then എങ്ങനെയാ പറഞ്ഞേ? 2 equal time intervals വന്നപ്പോൾ V1 plus V2 by 2. 3 equal time interval ആണേ. നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ഇപ്പം ടൈം ഇന്റർവൽ. So then becomes V1 plus V2 plus V3 by 4 equal time intervals V1 plus V2 plus V3 plus V4 by 4.
അങ്ങനാണെങ്കിൽ n equal time intervals V average becomes V1 plus V2 plus up to Vn by En. Okay, clear? Doubt undo? അപ്പോൾ നമ്മൾ എത്ര ടൈപ്പ് ഓഫ് ആവറേജ് സ്പീഡ് ആൻഡ് വെലോസിറ്റി പറയാൻ വളരെ സിമ്പിളാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഓർ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ടേക്കൺ. പക്ഷേ ക്വസ്റ്റ്യൻ അത്രയ്ക്ക് അങ്ങോട്ട് സിമ്പിളാക്കില്ല. എന്ത് ചെയ്യും? ഒരു ഫുൾ മോഷൻ തന്നെ പല പാർട്സായിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് ഒറ്റയൊന്നാക്കി തരും. ക്ലിയർ? അപ്പോൾ എങ്ങനെ ചോദിച്ചാലും വി നോ ഹൗ ടു ടേക്ക് ദ ആവറേജ്. രണ്ട് അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് with unequal speed ആണെങ്കിൽ V average becomes S1 plus S2 by S1 by V1 plus S2 by V2. രണ്ട് equal distance ആണെങ്കിലോ 2 by 1 by V1 plus 1 by V2, which is also written in the form of 2V1 V2 by V1 plus V2. N equal distance are traveled with unequal speed ആണെങ്കിലോ N by 1 by V1 plus ചെയ്യണം. ചെയ്ത് പഠിച്ചാൽ പെർഫെക്റ്റ് ആക്കണം. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യേണ്ട, കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. n by 1 by V1 plus 1 by V2 plus up to 1 by V1. ശരിയല്ലേ? 2 unequal time intervals T1 and T2 are traveled with unequal speeds or velocities. What will be the V average? V1 T1 plus V2 T2 by T1 plus T2. 2 equal time intervals, T common eduthe cancel cheyyam, then it becomes V1 plus V2 by 2. N equal time intervals, V1 plus V2 plus up to Vn by n. Clear? അപ്പോൾ ആവറേജ് സ്പീഡ് എങ്ങനെ എടുക്കാം, ആവറേജ് വെലോസിറ്റി എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഓക്കെ.